കവിതയുടെ ചട്ടക്കൂടിലൊന്നും താൻ തീരെ വിശ്വസിക്കുന്നില്ലെന്നും തനിക്ക് തോന്നുമ്പോൾ എഴുതും, അത് തോന്നുന്നത് പോലെ ചൊല്ലും. ഒരു കവിതയായി തന്നെ എല്ലാവരും അംഗീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇന്നും നാളെയും ഒരു കവിയായി തന്നെ നിലനിൽക്കണമെന്നും നിർബന്ധമില്ല. ഇങ്ങനെ ഉറക്കെ പറയാൻ ചങ്കുറപ്പുള്ള ഒരു കവി നമുക്കുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന എന്ത് കാര്യവും ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഒരു കവി, ശ്രീ മുരുകൻ കാട്ടാക്കട. നമുക്കെല്ലാവർക്കും തിമിരമാണെന്നും മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്ത നമുക്ക് സമൂഹത്തിലെ നേർക്കാഴ്ചകൾ കാണാൻ ഒരു കണ്ണട അത്യാവശ്യമാണെന്നും നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കവി, മലയാളത്തിന്റെ നവയുഗ ചൊൽപ്പാട്ടുകാരൻ. ഇന്നത്തെ ഓണത്തോണിയിലൂടെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് നമ്മോട് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ, കാവ്യാനുഭവങ്ങൾ, ഒപ്പം ഓണസ്മരണകളും പങ്കുവെക്കുന്നത്. നമസ്കാരം. സാധാരണ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ നിന്നും വരികൾ വന്നപ്പോൾ അത് കവിതയായി മാറി, ആകസ്മികമായ സംഭവങ്ങളിൽ നിന്നും കവിത ഉദയം കൊണ്ടു എന്നൊക്കെ. ഇത്തരം ജീവിത പ്രാരാബ്ധങ്ങളും ആകസ്മിക സംഭവങ്ങളുമൊക്കെ താങ്കളുടെ കവിതകൾക്ക് ഔഷധമായി മാറിയിട്ടുണ്ടെങ്കിൽ പോലും മലയാളം ഐച്ഛികമായി എടുത്ത് പഠിക്കാത്തത് കൊണ്ട് കവിത എഴുതിയെന്നും സംഗീതം പഠിക്കാൻ പറ്റാത്തതിന്റെ വാശി കൊണ്ട് അത് ഉറക്കെ ചൊല്ലിയെന്നും പറയുന്നതിന്റെ മനഃശാസ്ത്രം എന്താണ്? ആദ്യം പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. അതായത് എല്ലാ കവിതകളും ഉണ്ടായിരിക്കുന്നത് ശോകത്തിൽ നിന്നാണ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട അല്ലെങ്കിൽ ആദ്യ കാവ്യം രാമായണമാണ്. അതുണ്ടാകാൻ തന്നെ ഇടയാക്കിയതൊരു ശോകമാണ്. ശോകത്തിൽ നിന്നാണ് ശ്ലോകം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ധാരാളമായ അനുഭവ സമ്പത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കവിതയല്ല എന്ത് സൃഷ്ടിയും ഉണ്ടാക്കുവാൻ കഴിയും. നമ്മുടെ പുതിയ തലമുറയ്ക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. കാരണം അവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. നമ്മുടെ മകന് വിശക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല. ചില കുട്ടികൾ അവര് വല്ലാതെ തളരുന്നു എന്നാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് വിശപ്പാണെന്നൊരു തോന്നൽ വരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ആ അനുഭവം ഇല്ലാതെ പോകുന്നു. പിന്നെ ഈ കവിത ഈ പറഞ്ഞതുപോലെ ചോദ്യത്തെ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് പോലെ എനിക്ക് മലയാള ഭാഷ പഠിക്കണമെന്നുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. അത് കഴിഞ്ഞില്ല. അതിന് കാരണം എൻ്റെ നാട് ഈ പറഞ്ഞതുപോലെ കാട്ടാക്കടയിലെ ആമച്ചലാണ്. ഈ കാട്ടാക്കടയിൽ ഒരു കോളേജേ ഉള്ളൂ, അതിൻ്റെ പേര് ക്രിസ്ത്യൻ കോളേജ് എന്നാണ്. ഞാൻ അവിടെയാണ് പഠിച്ചത്. അവിടെ മലയാളം ഐച്ഛികമായി അന്ന് ഇല്ലായിരുന്നു. എന്നാൽ അതിന് യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന് പഠിക്കാനുള്ള സാഹചര്യം എനിക്ക് അന്ന് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സാമ്പത്തിക ശാസ്ത്രം പഠിച്ചത്. പക്ഷെ എനിക്ക് ആ ഒരു പഠിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ഗ്യാപ്പ്, ഒരു നഷ്ടം എൻ്റെ മനസ്സിൽ എപ്പോഴും ഫീൽ ചെയ്യും. അതൊന്ന്. പിന്നെ അതുപോലെ കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് സംഗീതം പഠിക്കണം എന്നുള്ളത്. അതും നടന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് അതും നടന്നില്ല. പണ്ട് ഈ ഇവിടുത്തെ നമ്മുടെ ആർട്സ് കോളേജില് ഞാൻ PGക്ക് പഠിക്കുമ്പോൾ ഞാനിങ്ങനെ സംഗീത കോളേജിന്റെ ഹോസ്റ്റലിന്റെ പിന്നിൽ വന്ന് ഞാൻ കേൾക്കും ഇവരിങ്ങനെ ഉറക്കെ സാധകം ചെയ്യുന്നത്. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഈ സംഗീതം പഠിക്കാൻ കഴിയാത്തതിന്റെ വാശിക്കാണ് ഞാൻ കവിത ചൊല്ലി പണ്ടാരം അടങ്ങുന്നത്. അതാണ്. അതുപോലെ തന്നെ എഴുതുക മലയാളം ഇങ്ങനെ നന്നായി പഠിക്കാൻ കഴിയാത്തതിന്റെ ചുരുക്ക് തീർക്കുകയാണ് ഞാൻ എഴുതി. അങ്ങനെ സ്വന്തമായിട്ട് കവിത എഴുതുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ചില നിർബന്ധ ബുദ്ധികൾക്കും അല്ലെങ്കിൽ ചുരുക്ക് തീർക്കുന്നതിന്റെയും ബാക്കിയായിട്ട് കാണും. പക്ഷെ പലപ്പോഴും അത് സമൂഹത്തിന് പലതും കാണിച്ചു കൊടുക്കാനുള്ള ഒരു ത്വര ബാല്യകാലത്ത് പൊതിച്ചോറ് എഴുതി തുടങ്ങിയപ്പോൾ തൊട്ട് ആ ഒരു ചിന്താഗതിയാണോ മനസ്സിലായത്? തീർച്ചയായിട്ടും. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ കവിത എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു ആയുധമാണ്. ഓരോ മനുഷ്യനിലും പ്രതികരിക്കാൻ ഒരു ആയുധമുണ്ടാകും. അത് ചിലപ്പോൾ എഴുതാനുള്ള ശേഷിയായിരിക്കാം, മറ്റ് ചിലപ്പോൾ പാടാനുള്ള ശേഷിയായിരിക്കാം, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനുള്ള ശേഷിയായിരിക്കാം, പ്രസംഗിക്കാനുള്ള ശേഷിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നയിക്കാനുള്ള ശേഷി, ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആങ്കർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ സൗന്ദര്യമായിരിക്കാം. ഏതെങ്കിലും ഒരു പ്രതികരണം അതിനെ കൃത്യമായും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള മാധ്യമമാക്കി എടുക്കുവാനുള്ള ശേഷി നമുക്ക് വേണം. അല്ലാതെ അത് വെറുതെ നമ്മുടെ ഒരു സ്വകാര്യ സ്വത്താണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ കവിതയെ എൻ്റെ പ്രതികരണായുധമായി കാണുന്നു. എനിക്ക് സമൂഹത്തോട് വല്ലാത്ത കലഹമുള്ളപ്പോൾ എനിക്കത് പറയാനുള്ള, എനിക്ക് അടിക്കാനും ബഹളം വയ്ക്കാനും അല്ലെങ്കിൽ എനിക്ക് അധികാരം കൊണ്ട് അടിച്ചമർത്താനും ഒന്നും ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം കവിതയാണ് തിരിച്ചറിയുന്നു. മണല് കരിഞ്ഞ് പറക്കുന്നു, യന്ത്രക്കാക്ക മലർന്നു പറക്കുന്നു എന്ന് നമ്മൾ എഴുതുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിന്റെ, എവിടെയും ജീവിക്കുന്ന ജനത്തിന്റെ, ഇന്ത്യയിലും കേരളത്തിലോ നമ്മുടെ പിന്നെ ഇവിടെ കുച്ചപ്പുറത്തോ എൻ്റെ കാട്ടാക്കടയിലോ അല്ല, ലോകത്തെവിടെയും ജീവിക്കുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ എല്ലാം മനസ്സിൽ ഈ ഒരു ഭീതിയുണ്ട്. യന്ത്രക്കാക്ക എപ്പോഴാണ് മലർന്നു പറക്കുന്നത് നമ്മുടെ മോളിലൂടെ എന്ന്. മണല് കരിഞ്ഞു പറക്കും യന്ത്രക്കാക്ക മലർന്നു പറക്കുന്നു,
താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണ്. അമ്മ പറഞ്ഞ അറബിക്കഥയിലെ ബാഗ്ദാദ് ഇപ്പൊ ഇതാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്ന് ഇപ്പോ ബാഗ്ദാദിലാണ് സംഭവിക്കുന്നത്, നമുക്കെന്താ ഇത്ര ദൂരത്തല്ലേ എന്നാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇത് നാളെ സംഭവിക്കുമെന്ന തിരിച്ചറിവ് നമുക്ക് ഇപ്പോഴേ ഉണ്ടായില്ലെങ്കിൽ നമ്മളെ അടുത്ത തലമുറയെ സംബന്ധിച്ച് നമുക്ക് ഒരു കരുതലുമില്ല എന്നുള്ളതാണ്. ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ലോകത്തിരിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ. ഉണർത്തുപാട്ടിലാണെങ്കിൽ ഉണരാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. ഇങ്ങനെ ചില അവസ്ഥകൾ കാണിച്ചു കൊടുക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. പക്ഷെ അതിനൊരു ഉത്തരം കവി എന്നുള്ള നിലയിൽ നൽകാൻ സാധിക്കാത്തത് കവി ഒരു മനുഷ്യനായതിന്റെ പരാജയമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ഞാൻ എന്തിനും ഉത്തരം കൊടുക്കാൻ ആളല്ല. ചില കാര്യങ്ങൾ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ, ഇതിങ്ങനെയാണ് സംഭവിച്ചുകൊണ്ട് ചില ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണ്. അതൊരു വലിയ വിപ്ലവമാണ്. ചില കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനേ എനിക്ക് കഴിയും. പരിഹാരം എൻ്റെ കയ്യിലല്ല ഉള്ളത്. പരിഹാരം കണ്ടെത്തേണ്ട സമൂഹം പരിഹാരം കണ്ടെത്തിക്കൊള്ളണം. ഇനിയും നിന്റെ ചരിത്രം ചൊല്ലി മയങ്ങി ഉണർന്ന ഒരു ഉഷസ് വിളിപ്പു, ഉണരുക മഞ്ചാടിക്കുന്ന് അവിടെ ഇല്ല, ഉള്ളത് യന്ത്രപ്പുകൽ JCBയുടെ പുകൽ മാത്രമാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും നിന്റെ ചരിത്രം ചൊല്ലി മയങ്ങി ഉണർന്നൊരു ഉഷസ്സു വിളിപ്പു, ഉണരുക മഞ്ചാടിക്കുന്നവിടിലുള്ളതു യന്ത്രപ്പുകിൽ മാത്രം. കുന്നിൻ കാമിനി പുഴ കരയുന്നു കലങ്ങി മറിഞ്ഞു ശവത്തിൻ മുന്നിൽ മുടിചിക്കി പുലപാടിയലപ്പൂ. പുള്ളിണ ചേർന്ന മരങ്ങൾ മുറിച്ചു പൂക്കൾ മണത്തൊരു മേടു കരിച്ചു, പുല്ലാങ്കുഴലു പിറന്ന മുളങ്കാടൊരു ചാരക്കടലായി മറഞ്ഞു. ഇന്നലെ രാമായണ കഥ ചൊല്ലി നിന്നം ഉറക്കിയ മുത്തശ്ശി വൃദ്ധഗൃഹത്തിൻ മൂലയിൽ സ്മരണകൾ തപ്പി വിറച്ചു മയങ്ങുന്നു എന്ന കാര്യം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഒരു കവി എന്ന രീതിയിൽ എന്റെ ധർമ്മമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായി ഉറക്കെ ചൊല്ലിയ കവിത കാത്തിരിപ്പ്. പ്രണയത്തിന്റെ തീക്ഷ്ണത കൊണ്ടാണോ അത് അറിയാതെ ഉറക്കെ ചൊല്ലിപ്പോ? അത് ഞങ്ങൾ ഈ പ്രണയം എന്ന് പറയുന്നത് അത് ഞാൻ കാസർഗോഡ് ഒരു തൊഴിലാളിയായിരുന്നു. ഞാൻ കുറെ കാലം ഒരു LD ക്ലർക്കായിരുന്നു. ആ സമയത്താണ് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രണയബന്ധത്തിന്റെ ഒരു തീവ്രത നിലനിൽക്കുന്ന സമയം. അപ്പൊ ആ സമയത്ത് ഈ വല്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയിൽ നിന്നാണ് ആ കവിത. ആസുരതാളം തിമിർക്കുന്നു ഹൃദയത്തിൽ, ആരോ നിശബ്ദമൊരു നോവായി നിറയുന്നു, നെഞ്ചിലാഴ്ന്നമരുന്നു മുനയുള്ള മൗനങ്ങൾ, ആർദ്രമൊരു വാക്കിന്റെ വേർപാടു നുരയുന്നു. പ്രിയതരം വാക്കിന്റെ വേനൽ മഴത്തുള്ളി ഒടുവിലെത്തുന്നതും നോറ്റു പാഴ്സ്മൃതികളിൽ, കാത്തിരിപ്പൊറ്റയ്ക്കു കാതോർത്തിരിക്കുന്നു, കാത്തിരിപ്പൊറ്റയ്ക്കു കൺപാർത്തിരിക്കുന്നു എന്നാണ്. ഇത്തരം കവിതകൾ പ്രണയമായാലും വിരഹമായാലും ചില കാര്യങ്ങൾ അറിയിക്കാനുള്ളതായാലും ഉറക്കെ ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് കവിതയോടുള്ള അഭിവാഞ്ചം കൂടുകയാണ്. പക്ഷെ ആത്മനിഷ്ഠമായ കവിതകൾ, അതായത് ഒരുപാട് കവിതകൾ കളഞ്ഞുപോയ സുഹൃത്ത് ഉൾപ്പെടെ ഒരുപാട് കവിതകൾ, ആത്മനിഷ്ഠമായ കവിത, അത് ഉറക്കെ ചൊല്ലുമ്പോൾ ഉദ്ദേശിക്കുന്ന വികാരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ? അത് അവനവന്റെ മാത്രം ഒരു ഉറക്കെ ചൊല്ലുക എന്നുള്ളതല്ല, ചൊല്ലുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഉറക്കെ ചൊല്ലേണ്ടി വരും, ചിലപ്പോൾ വളരെ മന്ത്രം ചൊല്ലുന്നത് പോലെ വളരെ മന്ത്രസ്ഥായിയിൽ ചൊല്ലേണ്ടി വരും. ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം. ചൊല്ലുന്നതിന്റെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. നമ്മൾ എപ്പോഴും ഉറക്കെ ചൊല്ലുക എന്നുള്ളതല്ല, അതിന്റെ ഏറ്റക്കുറച്ചിൽ, അതിന്റെ ഊർജ്ജമുണ്ട്. ഓരോ വാക്കും അതിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. ഇപ്പൊ ഞാൻ ഉണരാത്ത പത്മതീർത്ഥങ്ങൾ എന്ന് പറയുന്ന കവിത ഞാൻ എഴുതിയ താളം എന്ന് പറയുന്നത്, നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിന്റെ ഭിത്തിയിൽ കയ്യുന്നി താടി താങ്ങി, ചുറ്റും 1000 കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ എന്നാണ്. പക്ഷെ ഒരിക്കലും ആ കവിത ആഗ്രഹിക്കുന്ന ഭാവം അതല്ല, അതിലെ വാക്കുകൾ ആഗ്രഹിക്കുന്ന ഭാവം അതല്ല. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിന്റെ ഭിത്തിയിൽ കയ്യുന്നി താടി താങ്ങി, നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിന്റെ ഭിത്തിയിൽ കയ്യൂന്നി താടി താങ്ങി, ചുറ്റും 1000 കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടക കുളത്തിൽ എന്നാണ്. എങ്കിലേ ആ സമൂഹത്തിന്റെ നിസ്സംഗത ആ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കയറും. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിന്റെ എന്ന് പറഞ്ഞാൽ ആ താളം അടിച്ച് ഞാൻ ആളുകൾ ഉണ്ടായിരിക്കും. ആ കവിത ചത്തൊടുങ്ങിപ്പോവും.
അപ്പൊ അതുകൊണ്ട് വാക്കുകൾക്ക് പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിക്കേണ്ട സന്ദർഭത്തിൽ അതിനനുസരിച്ചുള്ള ഊർജം നൽകണം. അതാണ് ചൊല്ലലിന്റെ ഗുണം. 6 മക്കളിൽ ഇളയവൻ. സാർ നേരത്തെ പറഞ്ഞതുപോലെ പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയി കഴിഞ്ഞൊരു ബാല്യകാലം. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് കമ്മ്യൂണിസം അറിയാതെ കടന്നുപോകും. ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായിട്ടും പക്ഷെ സാറിന്റെ കവിതകളിൽ അധികവും ക്രിസ്തുവും ഗാന്ധിയും ഒക്കെ വരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ബിംബങ്ങളെ കവിതയിൽ കാണാനേ ഇല്ല. ഈ വൈരുദ്ധ്യത്തിന് കാരണം അല്ലെ, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മാറി നിൽക്കുന്ന ഒരു സാധനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലേ, അതിപ്പോ ഈ ഇന്ത്യൻ ഫിലോസഫിയിലും ഉണ്ട്. ധർമ്മണ്യേവ പ്രജാ സർവ രക്ഷന്തി സ്മ പരസ്പര എന്നാണ്. ധർമ്മം കൊണ്ട് പ്രജകളെല്ലാം പരസ്പരം രക്ഷിക്കപ്പെടുകയും രാജാവും ഭരിക്കാനും ഭരിക്കപ്പെടുന്നവനും ഇല്ലാതെ കള്ളനും പോലീസും ഇല്ലാത്ത ഒരു 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 സമൂഹത്തെ കുറിച്ചുള്ള ചിന്ത പണ്ട് നമ്മുടെ ആചാര്യന്മാർക്കുണ്ട്. അതാണ് സ്റ്റേറ്റ് വിൽ വിതറവേ എന്ന് കാറൽ മാർക്സ് പറഞ്ഞു. അവസാനം സ്റ്റേറ്റേ ഉണ്ടാവില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെല്ലാരും ഒന്നുപോലെ ജീവിക്കും എന്നുള്ളതാണ്. അതിനകത്ത് എല്ലാ പരികല്പനകളും കമ്മ്യൂണിസത്തിന്റെ കീഴിലാണ്. അപ്പോ അതിലേറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തോട് മാനവികതയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഗാന്ധിയും ക്രിസ്തുവും ഒക്കെ. അതാണ് ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലറി കുരിശേറ്റം, വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു ചെകിടടി വെടിയുണ്ട എന്ന് പറയുമ്പോൾ അത് രണ്ടും കമ്മ്യൂണിസ്റ്റ് ബിംബങ്ങളാണ്. ഒരു കവിയുടെ, എഴുത്തുകാരന്റെ ആയാലും കവിയുടെ ആയാലും അടിസ്ഥാനപരമായ ചിന്തകളാണ് അവരുടെ കവിതകളിലൂടെ കാണാൻ സാധിക്കുക ഒരു വ്യക്തി എന്നുള്ള നിലയിൽ. പക്ഷെ സാറിന്റെ കവിതകൾ ഒരു തലത്തിൽ പ്രകൃതിയോടുള്ള സ്നേഹം, പക്ഷെ മറ്റൊരു തലത്തിൽ പ്രകൃതിയോടുള്ള പക പോലുള്ള കവിതകളിൽ പ്രകൃതിയോടുള്ള പകയാണ് പ്രതിബിംബിക്കുന്നത്. ഈ വിരുദ്ധ ഭാവങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും വിഷമിപ്പിക്കാറില്ലേ കവിത എഴുതുമ്പോൾ? അല്ല, ഈ പക അങ്ങനെയല്ല. പക പ്രകൃതിയോടുള്ള പകയല്ല, ഞാൻ അതിനകത്ത് പ്രകൃതിയുടെ പകയാണ്. പ്രകൃതി അതായത് നമ്മുടെ അമ്മ നമ്മളെ തന്നെ, നമ്മളെ ഒരു ദിവസം ഇങ്ങനെ രാവിലെ ഒരാള് നൂല്, നല്ല ചാക്കു കൊണ്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തെ വരിഞ്ഞു മുറുക്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ എത്ര സമയം നിൽക്കും? കുറെ കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരം ഒന്ന് കുതറും. ഇതുപോലെയാണ് ഭൂമിയെയും. നമ്മൾ അത്രയ്ക്ക് പീഡിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് സ്വാഭാവികമായും ഭൂമി ഒന്ന് കുതറും. അങ്ങനെയാണ് ഈ സുനാമി പോലെ ഉള്ള അതിഭീകരമായ ദുരന്തങ്ങൾക്ക് ഈ ജീവരാശി ഇടയാകുന്നത്. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ, പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. പിച്ചി വിഷം തിന്ന് തെച്ചിയെ പോലെ, അല്ലെങ്കിൽ തെച്ചി വിഷം തിന്ന് പിച്ചിയെ പോലെ വെളുത്തിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ക്രൂരതയാണ്. അപ്പോൾ സ്വാഭാവികമായി ഒന്ന് കുതറാതിരിക്കാൻ പറ്റില്ല. ഭൂമി വളരെ സോഫ്റ്റ് മനസ്സുള്ള ഒരു വസ്തുവാണ് ഭൂമി, ലോകത്തിലെ പ്രപഞ്ചത്തിലെ ഏതൊന്നിനേക്കാളും. അതുകൊണ്ടാണ് ഭൂമിയെ നമ്മൾ എല്ലാവരുടെയും അമ്മ എന്ന് വിളിക്കുന്നത്. അത്രയ്ക്ക് സഹിക്കും. പക്ഷെ ഒരു നിവൃത്തിയില്ലാതെ ബയോളജിക്കലി ഒരു കുതറൽ ഉണ്ടാവുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ല, അത് നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് കരുതിയിരിക്കുക എന്നാണ്. ഓർമ്മയ്ക്കു പേരാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം, പൂർവനേരിന്റെ നിനവാണിതോണം. ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിറവാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം. ഇല്ലായ്മ കൊല്ലാത്ത യൗവനങ്ങൾ, മുറ്റത്തെ മുക്കുറ്റി മുക്തകങ്ങൾ, മുഷ്ടിക്കരുത്താൽ മുഖം ചതഞ്ഞാത്മാവു നഷ്ടപ്പെടാ ഗോത്ര സഞ്ചയങ്ങൾ, ഓർമ്മയ്ക്കു പേരാണിതോണം.
ആ അമ്മയുടെ എന്താ ചിരി കാണാത്ത മുഖത്തിന് എന്നും ചിരിക്കാത്തൊരമ്മ തൻ ചുണ്ടിൽ വന്ന് എന്നോ പിറക്കും സ്മിത തുമ്പയോണം. ഓണം, അതെ, അത് തിരുവോണത്തിന് മാത്രം എല്ലാ മക്കൾക്ക് നിറച്ച ഓണ സമയത്ത് എന്റെ അമ്മയ്ക്ക് അങ്ങനെ വലിയ സന്തോഷമാണ്. കാരണം ഏറ്റവും ഇഷ്ടം പോലെ ഭക്ഷണം വിളമ്പാൻ കഴിയുന്ന ഒരു ദിവസമാണല്ലോ അത്. എല്ലാവരും ഒരുമിച്ചിരുത്തി, ആരെയും ഒരുമിച്ച് കിട്ടില്ല, അപ്പൊ എല്ലാവരും അന്ന് ഒരുമിച്ചിരുന്നേ കഴിക്കൂ. അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുത്തി എല്ലാവർക്കും ആവശ്യത്തിലധികം ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരു ദിവസം എന്ന നിലയിൽ ഞാൻ പണ്ടേ ശ്രദ്ധിച്ചിരുന്ന എന്റെ അമ്മയുടെ മുഖത്ത് ഒരു നല്ല ചിരി ഉണ്ടാകുന്ന നല്ല കാലമാണ് ഈ ഓണം. എന്റെ മനസ്സിൽ അതാണ്. എന്നും ചിരിക്കാത്തൊരമ്മ തൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിതത്തുമ്പയോണം. എന്നും ചിരിക്കാത്തൊരമ്മ തൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിതത്തുമ്പയോണം. എന്നെങ്കിലും പൂക്കും എന്നോർത്തു കാലം അന്നെങ്ങോ വിതച്ചോരു നന്മയോണം. അപ്പൊ ഞാൻ ഈ ഓണത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. വേറൊരു കാര്യമുണ്ട്, അന്നൊക്കെ ഈ ഊഞ്ഞാല് ആടുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ലേ. ഇന്ന് അതൊന്നുമല്ല, പ്ലാസ്റ്റിക് കയറെ കെട്ടിയിട്ട് ഇങ്ങനെ കാണിക്കല്ലേ നമുക്ക് ചാനലുകൾക്ക് വേണ്ടി, അല്ലേ? അല്ലാതെ ഊഞ്ഞാലെന്ന് അന്ന് ഞങ്ങളുടെ നാട്ടില് ഊഞ്ഞാല് വലിയ ഈ പലതരത്തിലുള്ള ഈ ചെടി വള്ളികൾ കൊണ്ടാണ് ഊഞ്ഞാല്. വലിയ കയറല്ല, വള്ളികൾ ചുറ്റി നേരത്തെ തന്നെ അതിനുള്ള കാരണവന്മാരുടെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. അതിനെ ഇങ്ങനെ പരസ്പരം അങ്ങനെ വലിയ ഊഞ്ഞാല് കെട്ടും. അപ്പൊ ആ ഊഞ്ഞാലിൽ രാവിലെ എണീറ്റ് ചെന്ന് ആടുന്നതിൽ അതിനകത്ത് കുറച്ച് പ്രണയമൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പുറത്തെ പെൺകുട്ടികൾ വരും, അങ്ങനത്തെ ഒരു സംഗതി ഒരു ഭയങ്കരമാണ്. അത് ഓണം എന്ന് പറയുന്നത് ലോകത്തൊരു ഒരു സമൂഹത്തിനും പിന്നെ അവകാശപ്പെടാൻ കഴിയാത്ത അത്ര ഐഡന്റിറ്റി ഉള്ള അതിസുന്ദരമായ ഒരു ആഘോഷമാണ് ഓണം. അത് മലയാളി എന്ന് കളഞ്ഞു കുളിക്കുന്നു, അന്ന് മലയാളി ഇല്ലാതെ പോകും എന്നുള്ളതാണ്. നമ്മൾ ഊഞ്ഞാലെന്ന് പറയുന്ന ഒരു വാക്ക് ഭാഷയിൽ നിന്ന് പോകുമ്പോൾ അതിന്റെ കൂടെ ഒരു വലിയ കൾച്ചർ ഒലിച്ചു പോകും, ഇല്ലേ? അതാണ്. അപ്പൊ ആ ഒരു സമൃദ്ധമായ ഓണം ആണ് എന്റെ മനസ്സിനകത്തുള്ളത്. കവിത എഴുതി നടന്നിരുന്ന സാറ് ഗാനരചനാ രംഗത്തേക്ക് കടന്നു വന്നു. ഒരു നാൾ വരും എന്നുള്ള സിനിമയിലും പിന്നെ ടൈറ്റിൽ സോങ് ഏതോ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നില്ലേ സാർ? ചട്ടമ്പിനാടിലെ ടൈറ്റിൽ സോങ് സാറിന്റെ ആയിരുന്നു. അതിനു മുമ്പ് പറയാൻ മറന്നത് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി എന്റെ ഒരു കവിത ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. കൂട്ടിക്കുറച്ചു ഗുണിക്കുമ്പോഴൊക്കെയും തെറ്റുന്നു ജീവിത പുസ്തകത്താൾ. കാണാക്കണക്കിൻ കളങ്ങളിൽ കണ്ണുനീർ പേനത്തലപ്പിൽ നിന്നൂർന്നു വീണു. ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി എന്നൊക്കെ വരുന്നത്. അതിനുശേഷം ഇപ്പം രതി നിർവേദം എന്നുള്ള സിനിമയിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞു. അതിനകത്ത് ചെമ്പകപ്പൂവാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതിന്റെ ഒരു സംഗീതവും പിക്ചറൈസേഷനും എല്ലാം കൂടെ മനോഹരമായ സംഗീതമാണ് അതിനകത്ത്. അതിന്റെ സിറ്റുവേഷൻ പത്മരാജന്റെ അദ്ദേഹത്തിന്റെ അല്ലേ സിറ്റുവേഷൻ? തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മുടെതല്ല, അത് പല ആളുകളുടെ കോൺട്രിബ്യൂഷൻസിൽ നിന്നാണ് നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയുന്നത്. ഒരു കൂട്ടായ്മയിൽ നിന്ന് മാത്രമേ അത് സംഭവിക്കുള്ളൂ. ഇപ്പൊ സാറ് ഈ ഒരു രംഗത്ത് സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? കഴിയുന്നിടത്തോളം എന്തായാലും എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മലയാള സിനിമാ ഗാനങ്ങളുടെ ചരിത്രം എക്കാലത്തും എടുത്തു നോക്കുമ്പോഴും എന്റേതായ ഒരു 10 പാട്ടുണ്ടാകണം. അതാണ്. അല്ലാതെ ഈ മേഖലയിൽ അങ്ങനെ സജീവമാണോ എന്ന് കേട്ടാൽ എനിക്ക് തൊഴിലുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ നിൽക്കുന്നു. എന്റെ കവിത വേണം, എനിക്ക് എന്റെ പാട്ട് വേണം, എന്റെ സമൂഹം വേണം, എല്ലാം കൂടെ ചേർത്തുള്ള ഒരു പോക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പെരുമ്പാവൂരിലെ ഗവൺമെന്റ് സ്കൂളിലെ പ്രിൻസിപ്പളാണ് സാറ്. തീർച്ചയായിട്ടും കുട്ടികള് മുരുകൻ സാറിനെയാണോ അതോ മുരുകൻ കാട്ടാക്കട എന്ന കവിയെയാണോ കൂടുതൽ താല്പര്യത്തോടു കൂടി കാണുന്നത്? എന്റെ വിദ്യാർത്ഥികൾ മുരുകൻ കാട്ടാക്കട എന്ന കവിയല്ല കാണുന്നത്, അധ്യാപന. കാരണം ഞാൻ ഈ തിരക്ക് കൂടിയ സമയത്ത് ഇപ്പോഴും സത്യം പറയണമെങ്കിൽ എന്റെ കൃത്യമായി എന്റെ അധ്യാപകൻ എന്ന ശേഷി എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രയോജനപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ള വേദന എനിക്ക് സത്യത്തിൽ ഉള്ളിലുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. മനോഹരമായി എന്റെ ആത്മാർത്ഥമായി ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണോ പഠിച്ചതെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ചിന്തയുണ്ടല്ലോ. അതുകൊണ്ട് അധ്യാപന നിലയിലാണ് കുറച്ചു കൂടുതൽ കുട്ടികൾ എന്നെ ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴും. ആദിത്യൻ അധ്യാപകൻ, അനാദിയാം ജ്ഞാനം, വെളിച്ചമകം നിറയ്ക്കും പൊരുൾ, ആരാണ് നീ എന്ന ചോദ്യം, നീയാണ് നീ എന്നൊരു ഉത്തരം, രണ്ടിനുമിടയിൽ മുഴങ്ങുന്ന ശുഭ്രമാം ഗംഭീര മൗനമാണ് അധ്യാപകൻ. ഈ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഈ കവിയേക്കാളൊക്കെ വളരെ മുകളിലാണ് എന്റെ കണക്കിന്. അപ്പോൾ ഒരു അധ്യാപകനാകാൻ കഴിഞ്ഞതിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത്. എത്ര കവിതകൾ സാർ എഴുതിയാലും മലയാളികളുടെ മനസ്സിൽ ഉറച്ചുപോയ വരികളാണ് കന്നഡയിലേത്. അതിലെ ഒരു 4 വരി ഒന്ന് ചൊല്ലാം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം.
രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഇതാണ് ഒരു കവിയുടെ വിജയം. അലസനും ചിന്താശൂന്യനുമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഒന്ന് ചിന്തിക്കാൻ, ഒന്ന് പ്രതികരിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ കവിത എഴുതുക, അത് ചൊല്ലുക, അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കയറ്റുക. അതൊരു കവിയുടെ ധർമ്മമാണ്. തനിക്ക് വേണ്ടി വായിച്ച അച്ഛന്, വിശന്ന അമ്മയ്ക്ക്, വിയർത്ത ചേട്ടന്, ഇവരുടെ എല്ലാം സഹനത്തിന്റെ ശേഷിപ്പാണ് താൻ എന്ന വ്യക്തി, താൻ എന്ന കവി എന്ന് തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവിലൂടെ തന്നെ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും കണ്ണു തുറന്ന് കാണുകയും കേൾക്കുകയും അത് ഏതെല്ലാം രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ സാധിക്കുന്നു അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യണം എന്ന് പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട കവിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. ഏത് പ്രായത്തിലുള്ളവരുടെയും മനസ്സിലേക്ക് ഇദ്ദേഹത്തിന്റെ ഈരടികൾ തുളച്ചു കയറുന്ന രീതിയിൽ ഇനിയും ഇദ്ദേഹത്തിന് കവിത എഴുതാൻ സാധിക്കട്ടെ. അതിനുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു. ഞാനും SCയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. എപ്പോഴും പറയാറുള്ളത് പോലെ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം, എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം, നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നത് ഇത്രമാത്രം.